ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 6 ആറാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്. അതിലെ യൂണിറ്റ് 4 വർക്ക് ഈസ് വർക്ക്ഷിപ്പ് എന്നതിലെ ദ പ്ലോമാൻ എന്ന പോയമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഹിയർ ഈസ് എ പോയം written by the famous American poet ഒലിവർ വെൻഡൽ ഹോംസ്. പ്രശസ്ത അമേരിക്കൻ കവി ഒലിവർ വെൻഡൽ ഹോംസ് എഴുതിയ ഒരു കവിതയാണിത്. ഇറ്റ് ഈസ് അബൌട്ട് എ ഫാമേഴ്സ് ലൈഫ്, ഹാർഡ് വർക്ക് ആൻഡ് ലിവിങ്. ഇത് ഒരു കർഷകന്റെ കഠിനാധ്വാനത്തെയും ജീവിതത്തെയും കുറിച്ചാണ് പറയുന്നത്. ദ പ്ലോമാൻ, ഉഴവുകാരൻ. ഫാർമേഴ്സ് ആർ ദ ബാക്ക് ബോൺ ഓഫ് എ കൺട്രി. കർഷകരാണ് ഒരു നാടിൻ്റെ നട്ടെല്ല്. ഇൻ ദ പോയം ദ പ്ലോമാൻ, the famous American poet Oliver Wendell Holmes beautifully compares the plowman to a writer. The Ploughman എന്ന കവിതയിൽ പ്രശസ്ത അമേരിക്കൻ കവി ഒലിവർ വെൻഡൽ ഹോംസ് ഉഴവുകാരനെ എഴുത്തുകാരനോട് മനോഹരമായി താരതമ്യം ചെയ്യുന്നു. Both the farmer and the writer do creative work. കർഷകനും എഴുത്തുകാരനും ക്രിയാത്മകമായ ജോലി ചെയ്യുന്നു. അപ്പം നമുക്ക് പോയം വായിച്ചു നോക്കാം. These are the hands whose steady labor brings the peasants food, the golden pomp of kings. This is the page whose letters shall be seen changed by the sun to words of living green. This is the scholar whose immortal pen spells the first lesson, hunger, taught to men. These are the lines that heaven commanded toil shows on his deed the charter of the soil. ഈ പോയം ആരാണ് എഴുതിയത്? ഒലിവർ വെൻഡൽ ഹോംസ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒലിവർ വെൻഡൽ ഹോംസ് വാസ് ആൻ അമേരിക്കൻ ഫിസിഷ്യൻ, പോയറ്റ്, പ്രൊഫസർ, ലെക്ചറർ ആൻഡ് ഓഥർ ബേസ്ഡ് ഇൻ ബോസ്റ്റൺ. ഒലിവർ വെൻഡൽ ഹോംസ് ബോസ്റ്റൺ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ വൈദ്യനും കവിയും പ്രൊഫസറും പ്രഭാഷകനും എഴുത്തുകാരനുമായിരുന്നു. എ മെമ്പർ ഓഫ് ദ ഫയർസൈഡ് പോയറ്റ്സ്, ഹിസ് പിയേഴ്സ് അക്ലെയിംഡ് ഹിം ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ദ ഡേ. ഫയർസൈഡ് പോയറ്റ്സിലെ അംഗമായ അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാർ അദ്ദേഹത്തെ അന്നത്തെ ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാളായി വാഴ്ത്തി. ഹിസ് മോസ്റ്റ് ഫേമസ് പ്രോസ് വർക്ക്സ് ആർ ദ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സീരീസ്, which began with the autocrat of the breakfast table. The autocrat of the breakfast table-ൽ ആരംഭിച്ച ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പരമ്പരയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗദ്യകൃതികൾ. He was also an important medical reformer. ഒരു പ്രധാന വൈദ്യശാസ്ത്ര പരിഷ്കർത്താവ് കൂടിയായിരുന്നു അദ്ദേഹം. Theme of the poem, കവിതയുടെ ആശയം. The strong and powerful hands of the farmer bring food to thousands of people and give glory to the kings. കർഷകന്റെ കരുത്തുറ്റ കരങ്ങൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ആഹാരമൊരുക്കുകയും രാജാക്കന്മാരുടെ പ്രതാപം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. As a writer makes meaningful words using letters, a farmer uses seeds to produce crops for the people. എപ്രകാരമാണോ എഴുത്തുകാരൻ അക്ഷരങ്ങൾ ഉപയോഗിച്ച് അർത്ഥപൂർണമായ വാക്കുകൾ സൃഷ്ടിക്കുന്നത്, അപ്രകാരം തന്നെയാണ് ഒരു കൃഷിക്കാരൻ വിത്തുകൾ ഉപയോഗിച്ച് സമൃദ്ധമായ വിളവ് ഉൽപ്പാദിപ്പിക്കുന്നത്. The poet says that the scholar, the plowman, writes down with his immortal pen the plow, the first lesson that hunger has taught him. വിശപ്പ് തന്നെ പഠിപ്പിച്ച ആദ്യ പാഠങ്ങൾ തൻ്റെ അനശ്വരമായ പേന കൊണ്ട്, കലപ്പ കൊണ്ട് കുറിച്ചിടുന്ന മഹാപണ്ഡിതനാണ് ഈ കർഷകനെന്ന് കവി പറയുന്നു. He scores the lines, furrows on the farm with his plow, obeying the command from God to toil, and his toil shows how he follows the law of the soil. അധ്വാനിക്കൂ എന്ന ദൈവകൽപ്പന അനുസരിക്കുകയാണ് കോറിയിടുന്ന ഈ ഉഴവുചാലുകളിലൂടെ അയാൾ ചെയ്യുന്നത്. അതുതന്നെയാണല്ലോ മണ്ണിൻ്റെ നിയമവും. അപ്പം നമുക്കിനി ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1. A poet turns letters and words into various styles to frame lines of a poem.
Likewise, a farmer turns seeds to crops. Which line give you this idea? ഒരു കവി വാക്കുകളും അക്ഷരങ്ങളും വിവിധ ശൈലികളാക്കി ഒരു കവിതയുടെ വരികൾ ഉണ്ടാക്കുന്നു. അതുപോലെ ഒരു കർഷകൻ വിത്തുകളെ വിളകളാക്കി മാറ്റുന്നു. ഏതു വരികളാണ് നിങ്ങൾക്ക് ഈ ആശയം നൽകുന്നത്? This is the page whose letters shall be seen changed by the sun to words of living green. Activity 2. In this poem, the poet considers both farming and writing as creative work. ഈ കവിതയിൽ കൃഷിയും എഴുത്തും ഒരു ക്രിയേറ്റീവ് വർക്കായി കവി കണക്കാക്കുന്നു. Let's examine how the poet compares these two activities. ഈ രണ്ട് പ്രവർത്തനങ്ങളെയും കവി എങ്ങനെ താരതമ്യം ചെയ്യുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. Study the following table and fill in the missing parts. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പഠിച്ച് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. Use the hints given in the bracket. ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന സൂചനകൾ ഇതിന് ഉപയോഗിക്കാം. ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? പെൻ, പേജ്, ക്രോപ്സ്, സീഡ്സ്. പോയറ്റ്, ഫാർമർ. കവി, കർഷകൻ. അപ്പോൾ ഫാർമറിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഫീൽഡ് അല്ലേ, വയൽ. പോയറ്റിൽ അതെന്താണ്? പേജ് അല്ലേ. അടുത്തത് പോയറ്റിൽ ലെറ്റേഴ്സ്, അക്ഷരങ്ങൾ. ഫാർമേഴ്സിന് സീഡ്സ്, വിത്തുകൾ. പോയറ്റിൽ വേർഡ്സ്, വാക്കുകൾ. ഫാർമറിൽ ക്രോപ്സ്, വിളകൾ. ഇനി അടുത്തത് എന്താ കൊടുത്തിട്ടുള്ളത്? ഫാർമറിൽ ഫാമിംഗ് ടൂൾസ്, കൃഷി ഉപകരണങ്ങൾ. പോയറ്റിന് അതെന്താണ്? പെൻ അല്ലേ, പേനയാണ്. ആക്ടിവിറ്റി 3. Pick out pairs of rhyming words from the poem. കവിതയിൽ നിന്ന് റൈമിംഗ് വേർഡ്സ് എടുത്ത് എഴുതുക. ഏതൊക്കെയാണ്? brings, kings, seen, green, pen, men, toil, soil. Activity 4. We are aware of the importance of agriculture. കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. Why can't we celebrate ചിങ്ങം 1st as the Farmers' Day in our school? എന്തുകൊണ്ട് ചിങ്ങം 1 നമ്മുടെ സ്കൂളിൽ കർഷക ദിനമായി ആചരിച്ചുകൂടാ? To make the program colorful, what preparations are to be made? പരിപാടി വർണ്ണാഭമാക്കുന്നതിന് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്? Inviting farmers to the school. കർഷകരെ സ്കൂളിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെയോ finding experts to talk on the occasion. അവസരത്തിൽ സംസാരിക്കാൻ വിദഗ്ധരെ കണ്ടെത്തുക. Preparing a program. ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നു. Preparing notice and posters. അറിയിപ്പും പോസ്റ്ററുകളും തയ്യാറാക്കൽ. Now prepare a letter of invitation for the farmers. ഇപ്പോൾ കർഷകർക്കായി ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കുക. അപ്പോൾ ആ ലെറ്റർ നമുക്ക് എങ്ങനെ എഴുതാം? പാലക്കാട് 11/1/2023. Dear Uncle, the Farmers Club has decided to celebrate ചിങ്ങം 1 as Farmers' Day in our school. ചിങ്ങം 1 നമ്മുടെ സ്കൂളിൽ കർഷക ദിനമായി ആചരിക്കാൻ ഫാമേഴ്സ് ക്ലബ് തീരുമാനിച്ചു. Farming is a noble work because the farmers feed the world. കൃഷി ഒരു മഹത്തായ ജോലിയാണ്, കാരണം കർഷകർ ലോകത്തെ പോറ്റുന്നു. So we want to honor all the farmers in this locality. അതിനാൽ ഈ പ്രദേശത്തെ എല്ലാ കർഷകരെയും ആദരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. A meeting will be held at 2 p.m. on that day in our school. അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മുടെ സ്കൂളിൽ ഒരു മീറ്റിംഗ് നടക്കും. Mr. Mohan, who has won the state award for the best farmer, will give out a talk about the modern methods in agriculture. മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ മോഹൻ കൃഷിയിലെ ആധുനിക രീതികളെക്കുറിച്ച് പ്രഭാഷണം നടത്തും. We know that you are a well-known farmer in this locality. താങ്കൾ ഈ പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു കർഷകനാണെന്ന് ഞങ്ങൾക്കറിയാം. So we expect your valuable presence on the occasion. അതിനാൽ ഈ അവസരത്തിൽ നിങ്ങളുടെ വിലയേറിയ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. Regards, Secretary, Government HS Farmers Club, Palakkad.